1-2 കൊല്ലമായിട്ട് ഇപ്പോൾ ആരും ഡോക്ടറോടും ദൈവത്തോടും കളിക്കാൻ നിൽക്കാറില്ല. എന്താ വെച്ചാൽ ദൈവത്തോട് കളിച്ചാൽ ദൈവം നേരെ ഡോക്ടറെ അടുത്തേക്ക് വിടും. ഡോക്ടറോട് കളിച്ചാലോ? ഞാൻ പറഞ്ഞു തന്നത് കൊറോണ പറ്റിയിട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ കോഴികളൊക്കെ, പണ്ട് നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ കരഞ്ഞിരുന്നതും കൂകിയിരുന്നതും ഇങ്ങനെയല്ലേ. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കൊറോണ ഗോ അങ്ങനെയാണ് കരയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് അവൻ്റെ അച്ഛനും കൊറോണയും ഒരേ സ്വഭാവക്കാരാണ്, 2 പേരും സോപ്പിട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ അനുഭവിച്ചോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് കൊറോണ പിടിച്ച് ഇവൻ കിടന്നു. ഞാൻ പോയില്ല, കൊറോണ പിടിച്ച ആരും പോയില്ലല്ലോ. പക്ഷേ ഇവൻ എന്നോട് പണങ്ങിയത് എന്തിനാ വെച്ചാൽ ഇവൻ കിടന്നപ്പോൾ ഞാൻ അവനെ കാണാൻ പോയില്ല എന്ന്, കൊറോണ പിടിച്ചിട്ട്. നീ ടി വിയിലൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്നും മൈൻഡില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയിരിക്കുകയാണ്. അവൻ എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ അടുത്താണ് സൂര്യയാണ് കാർത്തിയുടെ അനിയൻ ചേട്ടൻ അവൻ അറിഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് കാര്യം ഓർമ്മത്. ഇവൻ പണ്ട് ബാഹുബലി പടം കാണാൻ പോയപ്പോഴേ അതിൽ ബാഹുബലിയിൽ രമ്യാകൃഷ്ണൻ ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് മഹേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞ് പൊക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ചിങ്ങനെ തീ ഇങ്ങനെ കത്തുന്നുണ്ടല്ലോ ആളിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പറയാണ് എത്ര ലിറ്റർ മണ്ണെണ്ണ വേണ്ടി വരും അല്ലേ ഇതൊക്കെ ഇങ്ങനെ കത്താൻ. അപ്പോൾ അവൻ്റെ ഫോക്കസ് ഒരു ഡയറക്ടർ തന്നെയാണ്. ഇതേപോലെ ഒരു ബ്രഹ്മാണ്ടമാണ് ഇവൻ്റെ അച്ഛൻ്റെ കട. ഇവൻ്റെ അച്ഛൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച് പോലെയാണ്. ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. ചോറും കറി വെച്ച് ബാക്കിയൊക്കെ ഉണ്ടാക്കാം. അതാണ് ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച്. അതേപോലെ തന്നെയാണ് ഇവൻ്റെ അച്ഛൻ്റെ കട. ചെറിയ കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ കൊറോണ കാലത്ത് മരുന്നുകളും അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ വന്നേ, ഈ കൊറോണ കാലത്ത് ഇങ്ങനെ നീ ഇറങ്ങി നടക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ എന്താ വെച്ചാൽ അവിടെ വേറെ കടകളൊന്നും തുറന്നിട്ടില്ല, ഈ ഒരൊറ്റ കട മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പപ്പടം വേണമെന്ന് പറഞ്ഞു. നീ അതൊക്കെ നിൽക്ക്, നീ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം വന്നിരുന്നല്ലോ, ഇവിടുന്ന് ചെറുപഴമോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് പോയോ? ഞാൻ പറഞ്ഞു എന്താ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മേടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. പഴം മേടിച്ചവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി എടുത്തു കൊടുക്കാൻ വന്നില്ലേ, അവൻ കൊടുത്താണ്. ഇത് കിട്ടിയ ആരും പറയില്ലല്ലോ, അതല്ലേ പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു ചെറുപഴമാണോ അതോ എന്താണ് സംഭവം, കൊറോണയാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു കൊറോണ ഒന്നുമല്ല, പൂവമ്പഴം. ഇവൻ ചെറുപഴാന്ന് വിചാരിച്ചിട്ട് പൂവമ്പഴം ആർക്കൊക്കെ എടുത്ത് കൊടുത്തു.